എല്ലാ പ്രേക്ഷകർക്കും മേഴ്സി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കുന്നത് വയമ്പ് അച്ചാറാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്കിവിടെ നോക്കാം. അതിനു മുമ്പായിട്ട് അതിന് വേണ്ടതായ ചേരുവകൾ എന്തെല്ലാമെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. അതിനായി ഒരു 200 ഗ്രാം വയമ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി വെട്ടി കഴുകിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കുക. അരമണിക്കൂർ മാറ്റി വെച്ച ശേഷം ഇത് നമ്മളൊരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നന്നായി വറുത്തെടുക്കുക. ഇങ്ങനെ വറുത്തെടുത്ത വയമ്പാണ് ഞാനിവിടെ അച്ചാറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ചേരുവകൾ കൂടി നമുക്ക് നോക്കാം. ഒരു മുഴുത്ത കഷ്ണം ഇഞ്ചി, ഒരു കൂട് വെളുത്തുള്ളി. ഇഞ്ചി 1/2 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളിയും പൊളിച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഈ ചേരുവകളെല്ലാം കൂടെ ചേർത്ത് വയമ്പ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അച്ചാറിനാവശ്യമായ എണ്ണ, അതിനായി ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി ഇട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതായ വെളുത്തുള്ളി ഇട്ട് ഇഞ്ചിയോട് കൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതെ. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് വീണ്ടും നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 1 തണ്ട് കരിവേപ്പില കൂടെ അതിലേക്കിട്ട് യോജിപ്പിക്കുക. ഇതൊന്ന് വഴന്നു വന്ന ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2.5 ടീസ്പൂൺ, ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നതായ വയമ്പിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ 1 തണ്ട് കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രേവി ആവശ്യമുള്ളവർക്ക്, നമ്മൾ മീനാണല്ലോ അച്ചാറിടുന്നത്, അതുകൊണ്ട് വിനാഗിരി നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കാരണം വിനാഗിരിക്ക് പുളിയുള്ളത് കൊണ്ട്. അത് തന്നെയല്ല, അച്ചാറിന് ശകലം ഉപ്പ് രസം കൂടുതൽ വേണം. കാരണം നമ്മൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെയാണെങ്കിലും നമുക്ക് 1 മാസത്തേക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഉപ്പും വിനാഗിരിയും അല്പം കൂടി നിന്നാലും സാരമില്ല. ഇവിടെ നമ്മുടെ അച്ചാർ റെഡിയായി. ഈ ഫ്ലെയിം ഓഫാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പിറ്റേ ദിവസം ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിന് പുളിയും ഉപ്പും എരിവും എല്ലാം നന്നായി പിടിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.